Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഡെസിമൽ നമ്പറിനെ ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനു മുന്നേ ഡെസിമൽ നമ്പർ നമ്മൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഡെസിമൽ നമ്പറിലാണെങ്കിൽ 0 1 2 3 4 5 6 8 സാധാരണ നമ്മൾ നമ്പർ എഴുതില്ല, അതേപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഹെക്സാഡെസിമൽ നമ്പറിലാണെങ്കിൽ 0 1 2 3 4 5 6 7 8 9 അപ് ടു 9 വരെ കറക്റ്റ് ആണ്. പിന്നെ 10നെ റെപ്രസെന്റ് ചെയ്തിട്ട് എ എന്നാണ് എഴുതുക, 11നെ റെപ്രസെന്റ് ചെയ്തിട്ട് ബി, 12നെ റെപ്രസെന്റ് ചെയ്തിട്ട് സി, 13നെ റെപ്രസെന്റ് ചെയ്യാൻ ഡി ആണ്. അപ്പൊ 0 to 15 വരെയുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ 0 to 9 വരെ ഡിജിറ്റ് യൂസ് ചെയ്യും. 10 തൊട്ടിട്ട് നമ്മൾ എ ബി സി ഡി ആണ് ഹെക്സാഡെസിമലിൽ യൂസ് ചെയ്യുക. അങ്ങനെ 16 ഡിഫറെന്റ് ഡിജിറ്റ് യൂസ് ചെയ്യും 0 to എഫ് വരെ. 16 ഡിഫറെന്റ് ഡിജിറ്റ് യൂസ് ചെയ്യുന്നതാണ് ഹെക്സാഡെസിമലിന്റെ ബേസ് 16 എന്ന് പറയുന്നത്. പിന്നെ ഒരു ഹെക്സാഡെസിമൽ വാല്യൂ എഴുതിയ അതിന്റെ ഓരോ പ്ലേസ് വാല്യൂ നമുക്ക് 16ന്റെ പവർ വെച്ചിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ ഡെസിമൽ നമ്പറിന്റെ വാല്യൂ 10 to the പവർ വെച്ചിട്ട് ഓരോ പ്ലേസിലുള്ള വാല്യൂ എഴുതാൻ പറ്റും. അതേപോലെ ഹെക്സാഡെസിമലിന്റെ വാല്യൂ ഓരോ ഡിജിറ്റുള്ള പ്ലേസിന്റെ വാല്യൂ 16ന്റെ പവർ ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ഇവിടെ ഒരു ഡെസിമൽ വാല്യൂ എഴുതാം. ഡെസിമൽ വാല്യൂ 154. ഡെസിമൽ കാണിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ബേസ് 10 എന്ന് എഴുതി. ഇതിന് നമുക്ക് ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഏതൊരു നമ്പറിനെ നമുക്ക് ഹെക്സാഡെസിമൽ, അതായത് ഡെസിമൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ 154 ഇല്ലേ, അതിനെ നമ്മൾ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ ബൈനറിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒക്ടലിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ ഡെസിമലിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ബേസ് ആയിട്ടുള്ള 16 കൊണ്ട് ഡിവൈഡ് ചെയ്യും. റിമൈൻഡർ നമ്മൾ നോക്കുക. ഇപ്പൊ 154ൽ 16 എത്ര തവണ പോകും? 9 ടൈം പോകും. 9 into 16 പറഞ്ഞാൽ എത്ര? 144. ഇനി എത്ര 154 ആവാനുള്ളത്? 10. അപ്പൊ 10 റിമൈൻഡർ 10 ആണ്. ഇനി 9നെ നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 9 ഓൾറെഡി 16 ഒക്കെ ചെറുതാണ്. അപ്പൊ റിമൈൻഡർ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് എഴുതുക 9. പിന്നത്തെ വാല്യൂ 10 ആണ്. 10ന് 10 അല്ല എഴുതുക, 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ എത്രയാണ്? എ ആണ്, 9A. അപ്പൊ ഇതിന്റെ പ്രിഫിക്സ് പറഞ്ഞാൽ ഡെസിമൽ ഹെക്സാഡെസിമലിന്റെ വാല്യൂ പ്രിഫിക്സ് പറഞ്ഞാൽ 0x ആണ്. അപ്പൊ നമ്മുടെ 154 ഡെസിമൽ വാല്യൂവിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ പറഞ്ഞാൽ 0x9A ആണ്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ 472 ആണ് കൊടുക്കുന്നത്. 472 ഇതാണ് ഡെസിമൽ വാല്യൂ. അപ്പൊ അതിന്റെ ബേസ് 10 ആണ് കാണിക്കുക, അതായത് ഡെസിമൽ നമ്പർ ആണ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനെ ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ 472നെ ഹെക്സാഡെസിമലിന്റെ ബേസ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്? 16. അപ്പൊ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യുക. 472നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര തവണ കിട്ടും? 29 ടൈംസ് കിട്ടും. 29 into 16 എത്ര? 464 ആണ് കിട്ടുക. 13 into 16 പറഞ്ഞാൽ 480. 29 into 60 464. ഇനി 472 ആവുമ്പോൾ എത്ര ഉണ്ട്? 8 ഉണ്ട്. അപ്പൊ റിമൈൻഡർ 8 ആണ് കിട്ടി. എത്ര തവണ പോയി? 29 ടൈംസ് പോയിട്ട്. എത്ര ടൈംസ് പോയെന്ന് ഇവിടെ എഴുതുക. ഈ 29ന് 16 എത്ര തവണ പോകുന്നുണ്ടെന്ന് വീണ്ടും ചെക്ക് ചെയ്യുക. 29ന് 16 എത്ര തവണ പോകും? ആകെ ഒരു തവണ പോകുമല്ലോ. 1 into 16 is equal to 16. അപ്പോൾ ഒരു തവണ പോയിട്ടല്ലോ. അപ്പൊ 16 കിട്ടി. ഈ 16 29 ആണ്, എത്ര ഉണ്ട്? 30. ഇനി 1നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി 16 ചെറിയ വാല്യൂ നമുക്ക് കിട്ടി. ഇനി റിമൈൻഡർ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് വരുന്ന ഓർഡറിൽ നമ്മൾ എഴുതുക 1. 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താ? 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്കറിയാം ഡി ആണെന്നുള്ളത്. കണ്ട, 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഡി ആണ്. അപ്പൊ 30ക്ക് പകരം നമ്മൾ എന്ത് എഴുതുന്നത്? ഡി എന്നാണ് എഴുതേണ്ടത്. പിന്നത്തെ വാല്യൂ എന്തൊട്ടാ? 8. അടുത്ത റിമൈൻഡർ 8. 1D8 16. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ പ്രിഫിക്സ് എഴുതുക 0x1D8. ഇതാണ് 478 10. 472ന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ ആണ് 1D8 ഓർ 0x1D8. ഒന്നെങ്കിൽ പ്രിഫിക്സ് ആയിട്ട് എഴുതാൻ പറ്റും. 0x ആണ് ഹെക്സാഡെസിമലിന്റെ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുക ഈ ഒരു വാല്യൂ. അല്ലെങ്കിൽ നമുക്ക് ബേസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഹെക്സാഡെസിമലിന്റെ ബേസ് 16 ആണ്, നമുക്ക് അങ്ങനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും.